ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടപ്പോഴേക്കും നിറയെ പേര് അതിൽ വന്നിട്ട് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹൈദരാബാദ് IITക്ക് ലാസ്റ്റ് ഇയറിൽ 100% പ്ലേസ്മെന്റ് ഉണ്ടായിരുന്നു എന്നുള്ളത്. പക്ഷെ ശരിക്ക് ഓരോ ഇയറിലും കോൺവെക്കേഷൻ വരുമ്പോഴേക്കും ഏകദേശം ഒരു 60% അല്ലെങ്കിൽ 65% കുട്ടികൾ മാത്രമേ പ്ലേസ്മെന്റിന് വേണ്ടി നിൽക്കാറുള്ളൂ. അതിൽ നിന്ന് ചിലപ്പോൾ ഒരു 100-200 കുട്ടികൾ കുറഞ്ഞിട്ട് ബാക്കിയുള്ളവർക്ക് കഴിഞ്ഞ വർഷത്തില് പ്ലേസ്മെന്റ് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇട്ട വീഡിയോയിൽ പറഞ്ഞത് ഈ വർഷത്തെ ഇന്റേൺഷിപ്പിനെ പറ്റിയാണ്. ഈ വർഷത്തെ ഇന്റേൺഷിപ്പില് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് വെച്ചാല് ആദ്യത്തെ 2-3 ഗ്രൂപ്പായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതുപോലെ മാത്തമാറ്റിക്സ്, കമ്പ്യൂട്ടേഷണൽ, ഈ 3 ബ്രാഞ്ച് ഒഴിച്ച് ബാക്കിയുള്ള ഒരുവിധം എല്ലാ ബ്രാഞ്ചുകാർക്കും യാതൊരുവിധ കമ്പനികളും ഓപ്പൺ ആക്കുന്നില്ല. വളരെ കുറച്ച് റെയർ ആയിട്ടുള്ള ചില കമ്പനികൾ മാത്രമേ ഇവർക്ക് ഓപ്പൺ ആക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ AI ആവശ്യമുള്ളവര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ബ്രാഞ്ചുകാരും മാത്രമല്ലേ എടുക്കുള്ളൂ എന്നുള്ളത് നിങ്ങൾ ചോദിക്കും. പക്ഷെ IITകളിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ചാല് നമുക്ക് ഏത് ബ്രാഞ്ച് കിട്ടിയിട്ടുണ്ടെങ്കിലും, അതായത് ഇപ്പൊ കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ്, മെക്കാനിക്കൽ ആണ്, അല്ലെങ്കിൽ സിവിൽ ആണെങ്കിലും ബ്രാഞ്ച് എന്നുള്ളത് ഒരു വിഷയമേ അല്ല. അതിനു പകരം അവരുടെ ബ്രാഞ്ച് പഠിക്കുന്നതോടുകൂടി അവർക്ക് എന്താണോ ഇഷ്ടമുള്ളത്, അതായത് ഇപ്പൊ കോണ്ടാണ്, ഫിനാൻസ് ആണ് ഇഷ്ടമെങ്കിൽ അത് പഠിക്കാം, AI ഡാറ്റ സയൻസ് ആണെങ്കിൽ അത് പഠിക്കാം. അപ്പൊ എന്റെ മകൻ ഫസ്റ്റ് ഇയർ മുതൽ അവന്റെ ബ്രാഞ്ചിനോട് കൂടി ചേർന്നിട്ട് AI ഡാറ്റ സയൻസ് സൈഡായിട്ട് പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവന് നാച്ചുറലി ഇപ്പൊ ചെന്നൈ IITയിൽ എന്റെ മൂത്ത മകൻ ഇതുപോലെ പഠിക്കുമ്പോഴേക്കും അവന് കെമിക്കൽ എഞ്ചിനീയറിംഗ് ആണ് കിട്ടിയത്. പക്ഷെ AI ഡാറ്റ സയൻസ് അവൻ ഫസ്റ്റ് ഇയർ മുതൽ സൈഡായിട്ട് പഠിച്ചിട്ടുള്ളതുകൊണ്ട് ഇന്റേൺഷിപ്പ് ടൈമില് അവര് 2-3 കമ്പനികൾ, അതായത് ആപ്പിൾ അതുപോലെ 2-3 കമ്പനികൾ ഒഴിച്ച് എല്ലാ കമ്പനികളും തന്നെ അവർക്ക് ഓപ്പൺ ആയിരുന്നു. പക്ഷെ ഹൈദരാബാദിൽ അങ്ങനെ ഓപ്പൺ ആക്കുന്നില്ല. അതിനു പകരം അത് ഈ 3 ബ്രാഞ്ചുകാർക്ക് മാത്രം കൊടുത്തിട്ട് വളരെ ചെറിയ ചെറിയ കമ്പനികൾ മാത്രം മറ്റു ബ്രാഞ്ചുകാർക്ക് ഓപ്പൺ ആക്കുന്നു. അപ്പൊ കുട്ടികളെ ഇപ്പൊ എന്റെ മകനെല്ലാം ഈ കഴിഞ്ഞ 3 മാസത്തെ വെക്കേഷനിൽ ഫുള്ള് DSA പഠിച്ചു ഇന്റേൺഷിപ്പിന് വേണ്ടി വെൽ പ്രിപ്പയർഡ് ആകുമായിരുന്നു. ഏകദേശം ഒരു 2 മണി 3 മണി വരെയൊക്കെ ഉറക്കം നിന്നവരെല്ലാം പഠിത്തായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവനെ ഹൈദരാബാദ് ഫസ്റ്റ് ചേർക്കാൻ പോകുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, ജോലി കിട്ടിയാൽ കൂടി 1 ഇയർ ജോലി ചെയ്തിട്ട് ബിടെക്കിൽ ഒരു കാരണവശാലും പഠിത്തം നിർത്തരുത്. അടുത്തത് അവന് എന്താണോ ഇഷ്ടമുള്ളത്, ഒന്നുകിൽ MTech അല്ലെങ്കിൽ MBA, ഏതാണെങ്കിലും വിദേശത്തെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കണം എന്നുള്ളത് ഞങ്ങൾ ആദ്യം തന്നെ അവനോട് പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ജോലി എന്നുള്ളത് അവൻ അത്രയ്ക്ക് വലിയ ഇത് വരേണ്ട കാര്യമില്ല. പക്ഷേ ഇവന്റെ ക്ലാസ്സിൽ തന്നെ ജോലി വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരെല്ലാം ഫസ്റ്റ് ഇയർ മുതൽ ജോലി കിട്ടിയേ പറ്റുള്ളൂ. അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഫാമിലി പ്രൊട്ടക്ട് ചെയ്യണം, വീടുണ്ടാക്കണം, അതുപോലെ അവരുടേതായ ഒരുപാട് നീഡ്സ് ഉണ്ട്. ഇവരിപ്പൊ ജോലി കിട്ടിയിട്ടില്ലെങ്കിലും നേരെ വേണമെങ്കിൽ ഹയർ സ്റ്റഡീസിന് പോകാം. കാരണം 21 വയസ്സിൽ അവനിപ്പോ ജോലിയില് 21-22 വയസ്സിൽ പ്ലേസ്മെന്റ് എടുത്ത് ജോലിയിൽ കയറേണ്ട ആവശ്യമില്ല. കുറച്ചു വർഷം കൂടെ അവന് തുടർന്ന് പഠിക്കാവുന്നതാണ്. പക്ഷെ അതിന് പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ടല്ലോ, അവർക്ക് എന്തായാലും ജോലി കിട്ടിയേ ആവുള്ളൂ. അപ്പൊ അതുപോലെ തന്നെ ചെന്നൈ IITയിൽ ഫസ്റ്റ് ഇയർ മുതൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവരുടെ ഇതില് അങ്ങനെ ഒരു ഇതൊന്നും കണ്ടിട്ടില്ല ഇതുവരെ. ഇനി ആരെങ്കിലും കുട്ടികൾ സ്റ്റാർട്ടപ്പിൽ മൂവ് ചെയ്യുന്നുണ്ടാന്ന് എനിക്കറിയില്ല, എന്റെ അറിവിലില്ല. അപ്പൊ അതുപോലെ സ്റ്റാർട്ടപ്പുകൾ തുടരാനുള്ള അവസരങ്ങൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും, അതുപോലെ എല്ലാ പ്ലേസ്മെന്റിന്, ഇന്റേൺഷിപ്പിനും പ്ലേസ്മെന്റിനും എല്ലാ കമ്പനികളും ചെന്നൈ IITയില് ഗൂഗിൾ എല്ലാം തന്നെ എല്ലാ ബ്രാഞ്ചുകാർക്കും ഓപ്പൺ ആയിരുന്നു. അതുപോലെ എല്ലാ കമ്പനികളും എല്ലാവർക്കും ഓപ്പൺ ആക്കേണ്ടതും എല്ലാ കുട്ടികൾക്കും തൊഴിൽ കിട്ടുന്നതും ഏറ്റവും അത്യാവശ്യമാണ്. തൊഴിലില്ലാത്തവർക്ക് ചില കുട്ടികൾ, ഞാൻ പറഞ്ഞ പോലെ 40% കുട്ടികൾ ഹയർ സ്റ്റഡീസിലോട്ട് പോകും. ഇപ്പൊ 100 കുട്ടികൾ ഉണ്ടെങ്കിൽ 60% മാത്രമേ പ്ലേസ്മെന്റിൽ നിൽക്കാറുള്ളൂ. അതുപോലെ തന്നെ മറ്റ് IITകളിലെല്ലാം ശരിക്കും പറഞ്ഞാൽ സിവിലിലെയും ബയോടെക്കിലെയും മറ്റും കുട്ടികളാണ് ഏറ്റവും നല്ല ഹൈ പ്ലേസ്മെന്റിലും ഇന്റേൺഷിപ്പിലും കിട്ടുന്നത്. എന്നാൽ ഹൈദരാബാദ് IITയിൽ ഈ ബ്രാഞ്ചുകാർക്ക് ആർക്കും തന്നെ
ഒരു കമ്പനികളും ഓപ്പണാക്കി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളുടെ ആദ്യത്തെ IIT ആയ ഖരഗ്പൂർ IIT 1951 സ്ഥാപിക്കുമ്പോ ജവഹർലാൽ നെഹ്റു പറഞ്ഞിരുന്നത് നമുക്ക് MIT പഠിച്ച എഞ്ചിനീയേഴ്സിനെ ഇവിടെ കൊണ്ടുവന്ന് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിലും നല്ലത് നമ്മളുടെ കൂട്ടത്തിലുള്ള ബുദ്ധിയുള്ള കുട്ടികളെ ഇതുപോലുള്ള IIT പോലുള്ള സ്ഥാപനങ്ങളിൽ പഠിപ്പിച്ച് ഇന്ത്യയുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് അവരെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ഇന്നിപ്പോ പഠിച്ചു വരുന്ന കുട്ടികളെല്ലാം തന്നെ 40% കുട്ടികളും പ്ലേസ്മെന്റിൽ നിൽക്കാതെ വിദേശത്തേക്ക് പോവുകയും ഹയർ സ്റ്റഡീസിന്, ബാക്കിയുള്ള ഒരു 60% ജോലി കിട്ടിയേ അല്ലെങ്കിൽ 10% ചിലപ്പോ ഏതെങ്കിലും സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്യാറുണ്ട്. ബാക്കിയുള്ള 50% ജോലി കിട്ടിയവരും ഒരു കുറച്ച് വർഷത്തിനുള്ളിൽ, മാക്സിമം ഒരു 2-3 വർഷത്തിനുള്ളിൽ മജോറിറ്റിയും തന്നെ വിദേശത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. കാരണം അവരുടെ അടുത്ത റിസർച്ച് വർക്കുകൾക്കും അതല്ലെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ വളരാനുള്ള ഫണ്ട് ഉണ്ടാക്കുക, അതുപോലെ അവരുടെ അടുത്ത പഠനങ്ങൾക്കുള്ള ഇതാകാനുള്ള സൗകര്യങ്ങളും നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അവരുടെ വളർച്ചയ്ക്ക് കൂടുതലും നിറയെ പേർക്ക് അതിനിടയിൽ ജോലി പോകാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് മജോറിറ്റി കുട്ടികളും ഒരു 2-3 വർഷം കഴിയുമ്പോഴേക്കും എല്ലാവരും തന്നെ വിദേശത്ത് എവിടെയെങ്കിലൊക്കെ ആയിട്ട് സെറ്റിൽ ആയിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങളിൽ എന്നെ പേഴ്സണലായിട്ട് അറിയുന്ന പലർക്കും അറിയാൻ പറ്റും, എന്റെ മൂത്ത മകനും ചെന്നൈയിൽ പഠിച്ചതാണെന്നുള്ളത്. അപ്പൊ അവന്റെ കൂടെയുള്ള ഫ്രണ്ട്സില് മജോറിറ്റിയും നോക്കിയാല് ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ ജോലി കിട്ടിയവരൊക്കെ കൂടി തന്നെ 1 ഇയർ കഴിഞ്ഞപ്പോഴേക്കും മജോറിറ്റിയും അടുത്ത ഹയർ സ്റ്റഡീസിനെല്ലാം പോയി കഴിഞ്ഞു. അപ്പൊ ഞങ്ങളും ഇപ്പോഴും അവനോട് പറയാറുണ്ട്, ജോലി എപ്പോ വെറുക്കുന്നോ ആ സമയത്ത്, മടുപ്പ് തോന്നുന്ന ആ സമയത്ത് ജോലി ഉപേക്ഷിച്ചിട്ട് അടുത്ത ഹയർ സ്റ്റഡീസിന് പോയിക്കോളൂ എന്നുള്ളത് ഞങ്ങൾ എപ്പോഴും പറയും. അപ്പോൾ ഞാൻ പറയുന്നത്, ജവഹർലാൽ നെഹ്റു സ്വപ്നം കണ്ട പോലെ ഇന്ത്യ ആകണം എന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ രാജ്യത്തിന് വളരെ ഗ്രോത്ത് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഓരോ കുട്ടികൾക്കും ഫസ്റ്റ് ഇയർ മുതലേ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള ട്രെയിനിങ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഈ സ്റ്റാർട്ടപ്പ് ഡെവലപ്പ് ചെയ്യാനും ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കാനും അവർക്ക് സാധിക്കും. അതിന് വിദേശ ഫണ്ടുകൾ സമാഹരിച്ച് ശരിയായ രീതിയിൽ ബിസിനസ്സുകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മറ്റ് കോളേജുകളിൽ പഠിക്കുന്നവർക്കും അതുവഴിയായിട്ട് ഒരുപാട് ഓരോ കുട്ടിക്കും ഒരു 300-500 പേർക്ക് തൊഴിൽ കൊടുക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമ്മളുടെ രാജ്യത്തിന്റെ വളർച്ച ഫാസ്റ്റായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് സത്യം. പക്ഷെ അതിന് പകരമായിട്ട് അവർക്ക് ഈ കുട്ടികൾക്ക് വളരാനുള്ള യാതൊരു സാഹചര്യങ്ങളും, അവർക്ക് റിസർച്ചിനുള്ള ഓപ്പർച്യൂണിറ്റികളില്ല, അതുപോലെ അവർക്ക് അടുത്ത ഹയർ സ്റ്റഡീസിനുള്ള ഇതില്ല, ഫണ്ടില്ല, ഇതിന് സ്റ്റാർട്ടപ്പുകൾ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഫണ്ടില്ല. ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുവാണ്. അപ്പൊ ഇതിന് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാകും ഫ്യൂച്ചറിൽ എന്നത് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പൊ ഓക്കെ.